So കഴിഞ്ഞ ക്ലാസ്സിൽ we learnt about vitamins. അന്നേരം നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റമിൻസിൽ നമ്മൾ when the fruits, if not kept covered in our boxinathu, when fruits and vegetables are cooked, the vitamin C in them dissolved in the steam. It goes out in the vessel with the steam. All right, so it is better to cover the vessels while cooking with them. അന്നേരം നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വിറ്റമിൻ സി അതിൽ ഡിസോൾവ് ആവും. ആ കറിക്കകത്ത് അങ്ങ് ഡിസോൾവ് ആയിട്ട് ആവിയായിട്ട് അങ്ങ് പോവും. സോ അത് സ്റ്റീമിന്റെ കൂട്ടത്തിൽ അങ്ങ് പുറത്തോട്ട് പോവും. അന്നേരം ഈ വെസലിന് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് അടപ്പിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കും. സോ ദാറ്റ് വിറ്റമിൻസ് ഗെറ്റ് ഡിസോൾവ് ഇൻസൈഡ് ആൻഡ് സ്റ്റേസ് ഇൻസൈഡ് ദാറ്റ് ഡിഷ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തിട്ട് നമ്മൾ കഴുകാറില്ല. നമ്മൾ നല്ലപോലെ കഴുകിയിട്ടാണ് അത് മുറിക്കുന്നത്. ഓക്കെ, ചോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ വി ചോപ്പ് ദം, വെൻ വി കട്ട് ദം, ദ വാട്ടർ ഡിസോൾവ് സോളിബിൾ മിനറൽ വിറ്റമിൻസ് എല്ലാം അത് അങ്ങ് നഷ്ടപ്പെടും. റൈറ്റ്, സോ അത് നമ്മൾ ചോപ്പ് ചെയ്തിട്ടല്ല കഴുകുന്നത്, നമ്മൾ കഴുകിയിട്ട് വേണം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ. Okay, so next you have you're learning about minerals. Minerals ne kurichu nammal page 65 il vaayikkunnundu. Your daughter is anemic, give her plenty of leafy vegetables. How is anemia cured? By taking vegetables, leafy vegetables. Enganana anemia nammal leafy vegetables കഴിക്കുമ്പോൾ ക്യൂർ ചെയ്യാൻ പറ്റുന്നത്? സോ അതിൽ നമ്മൾ കാണുന്നുണ്ട് മിനറൽസിനെ കുറിച്ച് ഒരു ടേബിൾ ആണ് ഇതിലുള്ള. ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഒരു ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സിൽ പോകുമ്പോഴും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അയേണിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ, ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുക എന്നാണ്. അത് നമ്മൾ ലീഫി വെജിറ്റബിൾസ്, പംകിന്റെ സീഡ്, ഹോസ് ഗ്രാം, ജാഗറി, ലിവർ എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് അയേൺ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് നമ്മുടെ ബോണിന്റെ ഫോർമേഷൻ, പല്ലിന്റെ ഫോർമേഷൻ ആൻഡ് മസിലും നെർവ്സിന്റെ ഫങ്ഷനിങ്ങിനും കൂടെ ആവശ്യമുള്ളതാണ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ബനാന, ടപ്പിയോക്ക, യാം, ലീഫി വെജിറ്റബിൾസ്, മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നാണ് നമുക്ക് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് കിട്ടുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് സോഡിയം നമ്മുടെ ബോഡിക്കകത്ത് വെള്ളം റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. റൈറ്റ്, അത് എവിടെ നിന്നാണ് നമുക്ക് സോഡിയം കിട്ടുന്നത്? നമുക്ക് ഉപ്പിൽ നിന്നാണ് സോഡിയം കിട്ടുന്നത്. അതുപോലെ അയഡിൻ നമുക്ക് സഹായിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയാണ് അയഡിൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയും അയഡിൻ സഹായിക്കുന്നു. സോ നമുക്കിത് എവിടെ നിന്ന് കിട്ടുന്നു? നമുക്ക് സീ ഫുഡ്സ്, അയഡൈസ് സോൾട്ട്, ഹെഡ് ഓഫ് സീ ഫിഷ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. റൈറ്റ്, സോ നമുക്ക് സീ ഫുഡിൽ നിന്നാണ് കൂടുതലും നമുക്ക് ഇതുപോലെ അയഡിൻ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ലേൺ ദിസ് ടേബിൾ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നൗ ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് എലിമെന്റ് കോസസ് അനീമിയ ഇൻ ദ ചൈൽഡ്? ഏത് എലിമെന്റിന്റെ ഒരു ഡെഫിഷ്യൻസി ആണ് അനീമിയ കോസ് ചെയ്യുന്നത്? അയേൺ ഡെഫിഷ്യൻസി കോസസ് അനീമിയ ഇൻ ചിൽഡ്രൻ. ഈ അയേൺ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ടി. ഹീമോഗ്ലോബിൻ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിനകത്ത്? ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തുള്ള ഓക്സിജൻ ലങ്സിൽ നിന്ന്, നമ്മൾ ശ്വസിക്കുന്ന ലങ്സിൽ നിന്ന് മറ്റ് ബോഡിയിലുള്ള മറ്റ് സെൽസിലോട്ട് അത് എത്തിക്കുന്നത്. സോ ഹീമോഗ്ലോബിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അയേൺ കഴിച്ചിരിക്കണം. അയേൺ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അയേൺ ഉള്ള ആഹാരം, ലീഫി വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് the answer is. Now, what are the health hazards caused by the lack of leafy vegetables in the diet? എന്തൊക്കെ കാര്യങ്ങൾ, കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത് ലീഫി വെജിറ്റബിൾസ് കഴിച്ചില്ലെങ്കിൽ? എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക്? when you don't eat leafy vegetables, എന്താണ്? അയേണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടോ, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അന്നേരം ഇത് രണ്ടിന്റെയും ഡെഫിഷ്യൻസി ഉണ്ടാവും. അന്നേരം എന്തൊക്കെയാണ് ഹെൽത്ത് ഹാസർഡ്സ്? നമ്മുടെ ഹീമോഗ്ലോബിൻ ശരീരത്ത് ഉണ്ടാവത്തില്ല. റൈറ്റ്, അന്നേരം അതിന് അനീമിക് ഉണ്ടാവും. അതുപോലെ തന്നെ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസും ഉണ്ടാവത്തില്ല. അന്നേരം നമ്മുടെ ബോൺസ്, നമ്മുടെ പല്ലും ബോൺസും എല്ലാം പ്രോപ്പർലി ഗ്രോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് ആൻഡ് നെർവ്സ് എല്ലാം പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യത്തില്ല. Okay, so this all you have to understand. Now, nutrient deficiency disease. എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവുന്നത്? ഓരോ ന്യൂട്രിയൻസിന്റെ
ഓരോ ന്യൂട്രിയൻസ് ഇല്ലാത്തപ്പോൾ എന്തൊക്കെ ഡിസീസസ് ആണ് ഉണ്ടാവുന്നത്. ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് കോസസ് റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് മെനി അതർ ഡിസീസസ്. അന്നേരം ഈ ന്യൂട്രിയൻസ് നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ വളർച്ചയും കുറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങളും കൂടുന്നുണ്ട്. ഈ അസുഖങ്ങളുടെ പേരാണ് ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ഡിസീസസ്. Okay, now didn't you learn earlier about certain diseases caused by the deficiency of protein? Protein deficiency നമ്മൾ വായിച്ചായിരുന്നു, kwashiorkor ഒക്കെ നമ്മൾ വായിച്ചായിരുന്നു. And take a note of few diseases caused by deficiency of vitamins and minerals. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സി, വിറ്റമിൻ എ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് നമുക്ക് കുറഞ്ഞ ലൈറ്റിൽ നമുക്ക് കാണാൻ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ വിറ്റമിൻ ബി വരുമ്പോഴത്തേക്ക് മൗത്ത് സോർസ്, വായ്ക്കകത്ത് ലീഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് കുരു പോലെയൊക്കെ വരും അകത്ത്. അതുപോലെ വിറ്റമിൻ സി, സ്കർവി ഉണ്ടാവും. സ്കർവി എന്ന് പറഞ്ഞാൽ പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ്, നമ്മുടെ മോണയ്ക്കകത്ത് എല്ലാം ചോര വരും. ഓക്കെ, സോ ബ്ലീഡ് ചെയ്യും. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് ആണ്. ബോൺ ഒക്കെ ഭയങ്കര ബ്രിട്ടിൽ ആയിട്ട് ബെൻഡ് ചെയ്യും, ഭയങ്കര വീക്ക് ആവും, നമ്മുടെ എല്ലൊക്കെ അങ്ങ് വീക്ക് ആയിട്ട് അങ്ങ് വളയാൻ തുടങ്ങും. അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് അനീമിയ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഇസ് ലാക്ക് ഓഫ്, അത് ബ്ലഡിന്റെ ഒരു നമ്മളങ്ങ് വിളറിയിരിക്കും. അനീമിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളറി ഇരിക്കും. അതുപോലെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് കുറയുമ്പോഴാണ് നമുക്ക് ഗോയിറ്റർ ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ത്രോട്ടില് ഒരു ചെറിയൊരു വീക്കം പോലെ ഉണ്ടാവും, ഒരു സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട് ഉണ്ടാവും, അതാണ് ഗോയിറ്റർ. നൗ ഈ ഡെഫിഷ്യൻസി ഡിസീസസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് വിറ്റമിൻ ആണ് വരുന്നത് അത് നിങ്ങൾ വായിച്ചിരിക്കണം. Okay, now next you have non-nutrient factors. Now non-nutrient factors like water and fiber is also to be included in the diet besides nutrient factors. And nutrients പോലെ തന്നെ non-nutrition ഉള്ള factors, non-nutrients ഇല്ലാതെ ഉള്ള സാധനങ്ങൾ like water and fiber, അതും നമ്മുടെ ആഹാരത്തിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Water constitutes 2/3 of our body weight. Okay, and 85% of our brain, നമ്മുടെ 85% of our brain, 90% of our blood and 25% of our bones are full water. Water acts as a medium for many physiological activities including ഡൈജഷൻ ആവശ്യമുള്ളതാണ് ഈ വാട്ടർ. അതിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് വാട്ടർ. അബൌട്ട് 2.5 liters of water is lost from a body through urine, sweat, etc. ഒരു നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് 2.5 ലിറ്റർ വെള്ളമാണ് നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. വിയർപ്പായിട്ടും നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴെല്ലാം 2.5 liters of water ആണ് നഷ്ടപ്പെടുന്നത്. സോ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ വാട്ടർ ഹാസ് ടു ബി ഡ്രങ്ക്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം നമ്മൾ നല്ലപോലെ കുടിച്ചിരിക്കണം. അതുപോലെ ഫൈബേഴ്സ് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. അത് വെജിറ്റേറിയൻ ഫുഡിലാണ് നമ്മൾ കാണുന്നത് കൂടുതലും. ആൻഡ് ബോഡിക്കകത്ത് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡിക്കകത്ത് അത് ബോഡിയും കൊണ്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതായിരിക്കും ഇത്. ദോ ദേ പ്രൊവൈഡ് നോ ന്യൂട്രിയൻസ് ടു ദ ബോഡി, ദേ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് എക്സ്ക്രീറ്റിംഗ് മെറ്റീരിയൽസ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അവർ ശരീരത്ത് ഒരു ന്യൂട്രിയൻസും തരത്തില്ല, ബട്ട് ഇറ്റ് ഹെൽപ്സ് നമ്മുടെ ശരീരത്തിനകത്തു നിന്നുള്ള ദഹിക്കാത്ത ആഹാരം എല്ലാം എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് എല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനകത്തു നിന്ന് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫൈബർ. സീരിയൽസ് കണ്ടെയ്ൻ ബ്രാൻ, leafy vegetables, stem and bud of the plantain, very rich source of fiber. അന്നേരം ബ്രാൻ ഉള്ള സീരിയൽസ്, അതുപോലെ ലീഫി വെജിറ്റബിൾസ് സ്റ്റെം ആൻഡ് ബഡ് ഓഫ് ദ പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ കൂമ്പൊക്കെ കഴിക്കുന്ന ഭയങ്കര നല്ല റിച്ച് സോഴ്സ് ഓഫ് fiber ആണ്. Now moving on to the question, how much water do you drink every day? Every day we should drink about 8 glasses of water. Okay, and that means ആണുങ്ങൾക്ക് ഒരു 13 cups of fluid എല്ലാ ദിവസവും ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾക്ക് തന്നെ 9 cups of fluid എല്ലാ ദിവസവും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. Now what are the food items that provide water to your body? ഏതൊക്കെ ആഹാരത്തിനകത്താണ് വെള്ളം ഉള്ളത്? 10 water rich foods are cucumber, that is 96% water. Cucumber is made up of 96% water. Tomatoes 95% water. Spinach 93% water. Broccoli 90% water. Oranges 86% water and apples 85% water. Okay, ഇതെല്ലാം ഈ ആഹാരത്തിനകത്തെല്ലാം വെള്ളത്തിന്റെ ഒരു പെർസെന്റേജ് ആണ് പറയുന്നത്. ഇത്രയും അംശം വെള്ളമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഇത് കഴിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ,
That is why it is they're advising us to do this. Now, what are the problems caused by excessive intake of food made by maida flour, which contains very little fiber? എന്തുകൊണ്ടാണ് മൈദയുള്ള ആഹാരം കഴിക്കണ്ട എന്ന് പറയുന്നത്? മൈദ has little food value, for it contains no fiber. ഈ മൈദയ്ക്കകത്ത് ഒരു ഫൈബറും ഇല്ല. അന്നേരം lack of fiber makes it difficult to digest. ഈ ഫൈബർ ഇല്ലാത്തപ്പോൾ ഇത് ദഹിക്കാൻ ഭയങ്കര പാടാണ്. It can upset the rate of metabolism that thus interrupting the regular Bowman movement, causing constipation and other digestive problem. അന്നേരം ഇത് ദഹിക്കാൻ പ്രയാസമായതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം റേറ്റിനെ അത് കുറയ്ക്കും. ആൻഡ് നമ്മൾ എന്നും നമ്മുടെ ബോവൽ മൂവ്മെന്റ്സ്, ദാറ്റ് മീൻസ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ആ ബോവൽ മൂവ്മെന്റ്സിനെ എല്ലാം അത് കൺസ്ട്രിക്ട് ചെയ്യും, അതിനെ കുറയ്ക്കും, അതിനെ പ്രയാസപ്പെടുത്തി അതിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ആൻഡ് അതുപോലെ തന്നെ വേറെ പല ഡൈജസ്റ്റീവ് പ്രോബ്ലംസും നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഇസ് വൈ അതുകൊണ്ടാണ് പറയുന്നത് മൈദയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല. All right, so we read till page 67, okay, and then moving on further, you can see that we're learning that you're talking about a balanced diet. illa nalla balanced diet adu kekkumbole namukku ariyam nalla balance ulla ആഹാരം ആയിരിക്കണം നമ്മൾ balanced diet എന്ന് പറയുന്നത് എന്തുവാ? food that contains all nutrients in required quantities. ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമുള്ള ആഹാരമാണ് balanced diet. So you can see puttu, dosha, chapati, rice, tapioca, sweet potato ഒരു ഹാഫിൽ വരും. പിന്നെ നമ്മൾ ഇച്ചിരി ഗീ ആൻഡ് ഓയിൽ കഴിക്കണം. പിന്നെ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബനാന, ഗുവാവ വെജിറ്റബിൾസ്. പിന്നെ ഗ്രീൻ ഗ്രാം, ഫിഷ്, ബംഗാൾ ഗ്രാം, മിൽക്ക്, ദാൽ, എഗ്, മീറ്റ് ഒക്കെ നമ്മൾ ഇത്രയും ഒരു ക്വാർട്ടർ പോർഷൻ വെച്ച് കഴിക്കണം. സോ the food that contains all nutrients in required quantities is called a balanced diet. അന്നേരം നമ്മൾ ഇതിൽ കാണുന്നുണ്ട് ഒരു സാധാരണ ഒരു റുട്ടീൻ ഫുഡ് മെനു കാണുന്നുണ്ട് ഇവിടെ. എന്തൊക്കെയാണ്? say you see one person is having idli, sambar, milk in the morning. You have parota, egg curry, milk, and then you have idli and chutney. Okay, so these three people are eating three different types of food in the morning. Then you have rice, peas curry, amaranthus fish. You have rice, chicken curry, sambar, and rice, fish curry. And then in the night you have banana, chapati, vegetable kurma, chapati, potato curry, and chapati, egg curry. So idil whose food chart is more balanced and why? ഇതിനകത്ത് നമ്മൾ ആർക്കാ ഏറ്റവും കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഡയറ്റ് ഉള്ളത്? അനിലാണോ, മിനിയാണോ, സിനനാണോ? So you can see over here he has lots of vegetables, alle? So you have Anil is eating a lot of vegetables and meat and carbohydrate and proteins, right? So vitamins and minerals ellam undu. So anneram Anil aanu ichude balanced diet കഴിക്കുന്നത്, right? So and further on ഇതിൽ കാണുന്നുണ്ട് നമ്മുടെ കൂടുതലും എന്തൊക്കെയാണ് വിറ്റമിൻസ് ഏതൊക്കെ അളവിലാണ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഏതൊക്കെ അളവിലാണ് ഓരോ ആഹാരത്തിനകത്തുള്ളത് അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ദിസ് ഇസ് ജസ്റ്റ് ടു നോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു റെസിപ്പി നമ്മൾ കാണുന്നുണ്ട്, അവിയലിന്റെ ഒരു റെസിപ്പി. ഇറ്റ്സ് ജസ്റ്റ് you just have to read it, that's all. You just have to read this. Nothing is important in them. Just ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. Okay, so in the next class I'll have an explanation on the question answers.